ഖുൽ, നബിയെ തങ്ങൾ ചോദിക്കും. എന്ത് ചോദിക്കാനാ പറയണത്? നീ ആ കാണുന്ന 10 മിനിറ്റ് വീഡിയോ ആണോ ഖൈറ്, അല്ല അം ജന്നത്തുൽ ഖുൽദില്ലത്തി വഅദൽ മുത്തഖൂൻ, കോടാനുകോടി കാലം കിടക്കേണ്ട സ്വർഗ്ഗാണോ ടോപ്പ് എന്ന് നീ നിന്നോട് തന്നെ ചോദിക്കൂ. വേറെ ഉസ്താമാരോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാ ചോദ്യവും തന്നെ ഉസ്താമാരോട് ചോദിക്കണത്. ചില ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ഈ 10 മിനിറ്റത്തെ വീഡിയോ കോമഡിയാണ്, അല്ലെങ്കിൽ അശ്ലീലാണ്, വൃത്തികേടാണ്, ഫുട്ബോൾ ഹൈലൈറ്റാണ്, ക്രിക്കറ്റാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമൻ്റാണ്. ഇതാണോ അദാലിക ഖൈറുൻ, ഈ 10 മിനിറ്റ് ആണോ ഖൈർ, അം ജന്നത്തുൽ ഖുൽദില്ലത്തി വഅദൽ മുത്തഖൂൻ, കോടി എന്ന് 1 കോടി കൊല്ലം പറഞ്ഞാലും തീരാത്ത സ്വർഗ്ഗസുഖമാണോ നല്ലത്, ഈ 10 മിനിറ്റ് വീഡിയോ ആണോ നല്ലത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തനിയേ നമ്മൾ കാണുന്ന ഏകദേശ വീഡിയോസും കാണണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് അള്ളാഹു 500 കൊല്ലം ആയുസ് തന്നെന്ന് വിചാരിക്കുക. 500 കൊല്ലം ആയുസ് തന്നു. നമ്മൾ ഫുൾ ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഡിന്നർ ഇല്ല, ഒന്നുമില്ലാതെ ഫുൾ ടൈം യൂട്യൂബ് ഇൻസ്റ്റയിലുള്ള വീഡിയോസ് കാണാൻ തീരുമാനിച്ച് കണ്ടു. 500 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചു. പിന്നെയും ഒരു 500 കൊല്ലം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1000 കൊല്ലം ജീവിച്ച് ആ രണ്ടാമത്തെ 500 ഫുൾ ടൈം വീഡിയോസ് കാണൽ തന്നെ നമ്മളെ പണി. പിന്നെ ഒരു 1000 കൊല്ലം കൂടി കിട്ടി, 2000 കൊല്ലം. ഈ 2000 കൊല്ലം ഫുൾ ടൈം ഈ വീഡിയോസൊക്കെ കണ്ടാൽ യൂട്യൂബിലെ വീഡിയോസ് തീരോ സാർ? ഇല്ലല്ലോ, ഇനിയും ഉണ്ടാവും അതിൽ. ഇത് കണ്ടു തീർക്കലല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ഡ്യൂട്ടി. ഞാനെന്തിനാ ഇത് കാണുന്നത്? എന്തുകൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് സീൻ ടുഡേ 2:36 1:35 ആവണത്? എത്തപ്പ കാര്യം? എന്താ ഇതിനെ കൊണ്ട് കാര്യം എന്നാ? അതിലെ ഒന്നാമത്തെ പ്രശ്നം കിടക്കണത്, ഒരു മനുഷ്യൻ പരാജയപ്പെടും എന്ന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു തെറ്റുണ്ട്. എന്താണ്? സമയം കളയൽ. സമയം കളയൽ എന്ന രോഗം ഒരാളിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഗ്രാഫ് താഴോട്ടാണെന്നാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നിഹി. ഒരാൾ നന്നാവുക എന്ന് പറയുന്നത്, ഇസ്ലാമിക കോൺസെപ്റ്റിൽ നന്നാവുക എന്ന് പറയുന്നത് അയാൾ സമയം കളയാതിരിക്കുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് സമയം പോയതറിയാത്ത ഒരു തലമുറയുടെ കാലത്ത് ഞാനെന്തിനാ ഈ ഫോൺ എടുക്കണത് എന്നിങ്ങനെ വിചാരിക്കുക. ഇന്നലെ രാത്രി നമ്മൾ ഫോണൊന്നും നോക്കാതെ ഒരു റീലും കാണാതെ ഉറങ്ങി എന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കൊന്നുമില്ല, ഒന്നും സംഭവിക്കൂല. ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമുക്ക് കുറെ ആരോഗ്യവും ഉറക്കിൻ്റെ ശരിയായ രീതിയും, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പോകുന്നതിൻ്റെ കാരണം തന്നെ പറയുന്നത് ശരിയായ ഉറക്കില്ലാത്തതാണ്.